ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാൻ കനത്ത തിരിച്ചടി നൽകി. ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടത്തി. ടെൽ അവീവിലേക്ക് 100ഓളം മിസൈലുകൾ വർഷിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2ആയി. 60ലധികം പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന ഇറാനിയൻ റിപ്പോർട്ട് ഇസ്രയേൽ തള്ളി. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിലും സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ. സെബാസ്റ്റിനാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. സെബാൻ, കഴിഞ്ഞ ദിവസം രാത്രിയും ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തുന്ന വിധത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ? ഇറാന്റെ തിരിച്ചടിയിൽ എന്തെങ്കിലും നഷ്ടം ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, ഇറാൻ നൂറുകണക്കിന് മിസൈലുകളാണ് ടെലവീവിലേക്ക് അയച്ചത്. ഇതിൽ നേരത്തെ ഒരു സ്ത്രീ മരിച്ചിരുന്നുവെന്ന വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ടു മുമ്പ് ഒരാൾ കൂടി കൊല്ലപ്പെട്ടതായി വാർത്തകൾ വരുന്നു. ഇതോടുകൂടി ടെലവീവിലും ജെറുസലേമിലുമാണ് പ്രധാനമായും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണമാണ് നടത്തിയത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് എങ്ങനെ തിരിച്ചടി നൽകാം എന്നതിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ അണ്ടർഗ്രൗണ്ടിൽ യോഗം ചേരുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ മാധ്യമങ്ങളൊക്കെ തന്നെ അവകാശപ്പെടുന്നത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ടെലവീവിലും നൂറുകണക്കിന് മിസൈലുകൾ അയച്ചതിലൂടെ ഇറാൻ നൽകാൻ കഴിഞ്ഞതെന്നും നിരവധി ആളുകൾ കെട്ടിടത്തിൻ്റെ അടിയിൽ ഉണ്ട് എന്നും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾക്ക് തന്നെയും അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ 2 ഫൈറ്റർ ജെറ്റുകൾ അവർ വെടിവെച്ചിട്ടതായും പൈലറ്റുമാരെ അടക്കം പിടികൂടിയതായും ഒക്കെ തന്നെ ഇറാൻ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ജൂൺ 13 പുലർച്ചെ 3 മണിക്ക് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി, അതായത് നതാൻസിലും ഫോർദോയിലും അടക്കം നടത്തിയിട്ടുള്ള അവരുടെ ഏറ്റവും സുപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള മിന്നലാക്രമണങ്ങളൊക്കെ തന്നെയും അത് ആണവ കേന്ദ്രങ്ങൾ തകർന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടക്കം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗങ്ങളുടെ മേധാവിമാർ കൊല്ലപ്പെട്ടു. അവരുടെ 6ഓളം ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. അവരെ കൊലപ്പെടുത്താനും ഇസ്രായേലിന് സാധിച്ചു. നേരത്തെ തന്നെ നമുക്കറിയാം, ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഈ 3 മാസക്കാലം കൊണ്ട് ഇറാൻ ഒരു ആണവ ശക്തിയായി വളർന്നു. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ അവർക്കൊരു ആണവ ബോംബ് ഉണ്ടാക്കാൻ സാധിക്കും വിധം അവർ അതിനടുത്തെത്തി എന്ന വളരെ ആശങ്കാജനകമായൊരു ഒരു മുന്നറിയിപ്പ് നേരത്തെ ഇസ്രായേൽ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചെന്നാൽ 20 വർഷത്തെ ചരിത്രമെടുത്താൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകളിലൊക്കെ തന്നെയും കണ്ടെത്താത്ത രീതിയിൽ കഴിഞ്ഞ മെയ് 31 IAEA പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഏതാണ്ട് ഇസ്രായേലിൻ്റെ ആശങ്ക ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു IAEA പുറത്തുവിട്ടത്. പിന്നീട് കഴിഞ്ഞ ദിവസം, അതായത് വളരെ അടുത്ത കാലത്ത്, ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് തൊട്ട് മുമ്പ് IAEAയുടെ ഗവർണേഴ്സ് ബോർഡ് യോഗത്തിലും പാസാക്കിയ പ്രമേയം അനുസരിച്ച് ഇറാൻ അതിൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ഇറാൻ അവകാശപ്പെടുന്നത് പോലെ അത് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് അവകാശപ്പെടുന്നത് പോലെയല്ല. അത് ഒരു ആണവായുധം, 1 അല്ല 10 ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം 60% എത്തി. അത് അങ്ങനത്തെ 60% ശുദ്ധീകരിച്ച യുറേനിയത്തിൻ്റെ സ്റ്റോക്ക് പൈൽ 400 കിലോയിലധികം അവർക്കുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നെതാൻസിലും ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം അത് പലപ്പോഴും ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതൊക്കെ കൃത്യമായും എങ്ങനെയാണ് ആ വിവരങ്ങളൊക്കെ കൃത്യമായും ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് എത്തിയത്? ആ ആക്രമണം അവർക്ക് അത് പൂർണ്ണ വിജയം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന വിധത്തിൽ പൂർണ്ണമായും ആണവ നിലയങ്ങളെയൊക്കെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇസ്രായേലിന് ഇറാനിൽ?
വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ലക്ഷ്മി. അതായത് എങ്ങനെയാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പാണ് യുക്രൈൻ റഷ്യയുടെ വലിയ അവരുടെ വ്യോമ കേന്ദ്രങ്ങളിൽ അവരുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ തന്നെ തകർക്കുന്ന രീതിയിൽ വലിയൊരു ആക്രമണം നടത്തി. അത് റഷ്യക്കുള്ളിലേക്ക് ഡ്രോണുകൾ ഒളിച്ചു കടത്തി, അതായത് തടിപ്പെട്ടികളിലാക്കി ഡ്രോണുകൾ ഒളിച്ചു കടത്തി അവിടെ തന്നെ സ്ഥാപിച്ച ശേഷം അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫൈറ്റർ ജെറ്റുകളെ അല്ലെങ്കിൽ അവരുടെ എയർ അമ്യൂണിഷൻ തകർക്കുന്ന ഒരു രീതിയായിരുന്നു യുക്രൈൻ ചെയ്തത്. അതുതന്നെയാണ് ഇസ്രയേലും ഇറാനിൽ ചെയ്തത്. ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല ആക്രമിച്ചത്, അവരുടെ മിസൈൽ സ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മിസൈൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. അത് ചെയ്തത് ടെഹ്റാനിൽ അടക്കം നേരത്തെ തന്നെ മൊസാദ് ഓപ്പറേഷൻ വഴി കടത്തിയിട്ടുള്ള ഡ്രോണുകൾ അവിടെ സ്ഥാപിച്ചു. ആ ഡ്രോണുകൾ സ്ഥാപിച്ച ശേഷം അവിടെ നിന്ന് ആ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുകയും അതുമൂലം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എയർ സ്പേസ് ഡിഫൻസ് കാര്യമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ എയർ സ്പേസ് വ്യോമ മേഖലയിലേക്ക് കടന്നുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രധാനപ്പെട്ട പ്രശ്നം എത്രത്തോളം നാശനഷ്ടം വരുത്താൻ കഴിഞ്ഞു എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെ അതീവ രഹസ്യമായ ഏറ്റവും സുരക്ഷിതമായ മേഖലകളിലാണ് അവരുടെ ആണവ കേന്ദ്രങ്ങൾ, ആണവ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങൾ, ഫെസിലിറ്റികളൊക്കെ തന്നെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത് എത്രമാത്രം അതിന് നാശനഷ്ടം വരുത്താൻ കഴിഞ്ഞു എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ അവരുടെ ഒരു നെതാൻസിലുള്ള ആണവ കേന്ദ്രം അത് കാര്യമായ ഡാമേജ് അതിനുണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഫോർദോയിലേത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആണവ കേന്ദ്രമാണ്. അത് ഖോം നഗരത്തിനടുത്ത് വളരെ പർവ്വതങ്ങളുടെയൊക്കെ തന്നെ വലയവും ഉള്ള ഭൂഗർഭ സംവിധാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം IAEA ഇറാൻ ആശങ്കാജനകമായ രീതിയിൽ ആണവായുധത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്ന പ്രമേയം പാസ്സാക്കിയപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് തന്നെ യുറേനിയം എൻറിച്ച്മെൻറ്റുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, നിലവിലുള്ള സെൻട്രിഫ്യൂജുകളൊക്കെ തന്നെയും പരിഷ്കരിക്കുന്നുവെന്ന പ്രതികരണമാണ് നടത്തിയത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആശങ്ക. അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.